ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ കൊല്ലങ്കോട്ട് നിന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊല്ലങ്കോടും സീതാർകുണ്ടും പലകപ്പാണ്ടിയൊക്കെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവർ കൊല്ലങ്കോട്ടിൻ്റെ ഞങ്ങളെപ്പോലുള്ള ഈ സാധാരണപ്പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആരും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ഈ വീഡിയോ പരമാവധി കണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ കാണുന്നത് വരെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ കൊല്ലങ്കോട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവരറിയുന്നത് വരെ ഷെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ. ഈ കൊല്ലങ്കോട്ടുകാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ റോഡും കുളവും ഏകദേശം ഒരുപോലെ അവസ്ഥയാണ്. ഇപ്പൊ നാട്ടുകാരെ പറയുന്നപ്പോൾ ഒരു രണ്ട് വാഴ നട്ടാലേ എന്തെങ്കിലും ഗുണം ചെയ്യും, കുറച്ച് മീനും വിടാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും അത് ഗുണം ചെയ്യുമല്ലോ. വണ്ടി മൊത്തം കംപ്ലൈന്റ് ആയി. മറ്റേ സ്പ്രിങ് പോയി, പിന്നെ ഫ്രണ്ടില് പിന്ന് പോയി, അതുപോലെ വലതു സൈഡ് ബാറ് കംപ്ലൈന്റ് ആണ്. ഇതെല്ലാം കൂടി ഒരു 6,000 രൂപ ചെലവ് വരും. എന്തായാലും ഇത് പൊളിച്ചിട്ട് അവർക്ക് എന്തായാലും നന്ദിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല അവർക്ക്. ആയിരക്കണക്കിന് വണ്ടി ഓടുന്ന സ്ഥലമാണത്. ഇതുണ്ടോ, അതായത് കൊല്ലങ്കോട് വണ്ടിത്താവളം ബസ് റൂട്ടുള്ള സ്ഥലമാണ്. മഴ തുടങ്ങിയ ഉടനെ ഒരു കംപ്ലീറ്റ് റോഡും കുത്തിപ്പൊളിച്ചിട്ടു. ഇത് എപ്പോൾ പണിയെടുക്കുന്നുള്ളത് അറിയില്ല, അത് നമുക്ക് കണ്ടന്റ് അറിയണം. ഒരുപാട് വണ്ടിക്കാർ ഇതിലൂടെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോകട്ടെ. 1-2 വണ്ടികളൊക്കെ ഇവിടെ ചരിഞ്ഞു വീണു ആ മഴ പെയ്യുന്ന സമയത്ത്. വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ചെയ്യുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ അവരെപ്പോൾ ചെയ്യും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അത് മാത്രമല്ല, സുഖമില്ലാത്ത ആൾക്കാർക്ക് ആശുപത്രി പോകാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഗർഭിണികൾ, ഈ ഇടയ്ക്ക് ഒരു ഗർഭിണി പാലക്കാട് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് ഡേറ്റ് ആയിട്ട് വണ്ടികൾ വിളിച്ചാൽ വരാതെ വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ. കാരണം ഈ മഴക്കാലം തുടങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പൊളിച്ചിടുവോ? മഴക്കാലത്തിന് മുന്നേ എന്തെങ്കിലും ചെയ്താലേ പോട്ടെ എന്ന് പറയാം. ഈ പരിസരത്തുള്ള ജനങ്ങളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ നിന്ന് വരുന്നത്? ആനമാറിന്ന് വരികയാണ്. എങ്ങനെയുണ്ട് റോഡ്? സൂപ്പറായിട്ടില്ലേ? അവിടെ ആൾക്കാർ ചെയ്യുന്ന പണി വീട്ടിൽ എന്തായി? അല്ല, നമുക്ക് സപ്ലൈ നടക്കണ്ടേ? ഇപ്പൊ ആകെ വണ്ടികളൊക്കെ മൊത്തം നാശമായി. സകല വണ്ടിക്കാരുടെയും കേട് വന്നു. ഒന്നും ചെയ്യുമൊന്നുമില്ല. ഇതിപ്പോ വർഷാപ്പിൽ വണ്ടി ഫുള്ളായി. എന്താ ചെയ്യുക? അത്രയും പണികൾ. ഇതിപ്പോ ഒരു ദിവസം മഴ വിട്ടപ്പോഴാണ് ഇപ്പൊ ഈ ഒരു ഇത്തിരി ഒന്ന് വെടിച്ചിരിക്കണം. അല്ലെങ്കിൽ മൊത്തം വെള്ളമായിരുന്നു, ഫുൾ വെള്ളം. ഇതാ വണ്ടി 1-2 ഇവിടെ വീണു. 2 വീലർ ബാഗിൽ ചാടിയ കഴിഞ്ഞില്ലേ? അങ്ങനെ ഒരു ഇത് ആയി കഴിഞ്ഞു. ഇപ്പൊ ഏത് വരെ? ഇനിയിപ്പോ എത്ര വന്നിട്ടുണ്ട് സപ്ലൈ? ഇനി അങ്ങനെ പോകുന്നല്ലേ? ഇവിടെ തന്നെ പോണം. ഒരിക്കലും വയ്യ, വണ്ടിയൊക്കെ നാശമായല്ലോ. ശരി, കച്ചവടം നടക്കട്ടെ. മഴ തുടങ്ങിയ സമയത്ത് ഒരു മാസം മുമ്പ് തുടങ്ങിയതാണ്. എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അവര് ഉദ്ദേശം അറിയില്ല. പൊളിച്ചിട്ട് ഇങ്ങോട്ട് പോയി, മൊത്തം എല്ലാവരുടെയും കുഴിയായി. ഈ മഴയത്ത് അങ്ങനെ പൊളിച്ചിട്ട് പല റോഡിന് ഗുണമാണ്. അതിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ 1000 കാരണങ്ങൾ പറയും. നമ്മൾ അതിന്റെ അടുത്ത് ചോദിച്ചാൽ സമയത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കംപ്ലീറ്റ്. സാധാരണ മഴ പെയ്ത് റോഡുകൾ പൊളിഞ്ഞിട്ട് എവിടെയും ഓട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോ. അതിന്റെ ഇടയ്ക്ക് ഇവര് തന്നെ എല്ലാം പൊളിച്ചിട്ടു. അപ്പുറത്താണ് ഈ പുഴയൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രശ്നമുള്ളത്. ഇതിപ്പോ ഇവിടെ ഒത്തിരി മേടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, പറ്റാണ്ടേ. ഇപ്പൊ നമ്മൾ അവിടെ തന്നെ വണ്ടികൾ വിളിച്ചാൽ ഇപ്പൊ ആരും വരുന്നില്ലല്ലോ. ഒരു വണ്ടിയും വരുന്നില്ല, വളരെ കുറവായി. പിന്നെ പോകുന്നത് നണ്ടകളെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പറയാം. വാടകകളും പ്രശ്നം കൂടുതലായി. ഇവിടെ വരുമ്പോ വാടകകളും കൂടുതലുണ്ട്. ഇത് ജനങ്ങളും ബുദ്ധിമുട്ടില്ല, അവർക്കും ബുദ്ധിമുട്ടല്ലേ? പണിയും പാടൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ 100 രൂപ വാടക കൊടുക്കുന്നവിടെ 150 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ട്, വരുന്ന നമ്മൾക്കും ബുദ്ധിമുട്ട്. ആകെ ഇതിപ്പോ ഇവിടുന്ന് 3 കിലോമീറ്റർ, മൊത്തം 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ കൂടുതലേ ഉണ്ട് കുറ്റിപ്പാടം വരെ. ഇത് മൊത്തം 4 കൂടുതൽ 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ വരും അല്ലേ? കാരണം വണ്ടി പിടിച്ച് പോകുന്നതേ ടൗണ് വരെ കുറ്റിപ്പാടത്ത് വരുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. അതാ പറഞ്ഞത്. അവർക്ക് അതിലെ കൂടെ ക്യാമറ അങ്ങനെ പോകണം. മൊത്തം 4 കിലോമീറ്റർ ആണല്ലോ. അതായത് വാട്ടർ ടാങ്കിന്റെ അവിടെ നിന്ന് കുറ്റിപ്പാടം പാലം വരെ പൊളിച്ചിട്ടുണ്ട്. എല്ലാവിടെയും ഇപ്പൊ ബസ്സും ടിപ്പറുകളും മാത്രം പോവാം.
അതെ. വേറെ ചെറുകിട വണ്ടി ഒരു വണ്ടിയും പോകാൻ പറ്റാത്തൊരവസ്ഥ. പറയുന്നു പ്രശ്നം. ആ പ്രശ്നങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒത്തിരി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആ ഒക്കെ ഊരി പോകും. ഇനി മാസങ്ങളാവും. പിന്നെ എപ്പം പണി ഒന്നും അതെ അതെ വല്ലാതെ സമയത്തിന് കറക്റ്റ് എത്തുന്നില്ല. തന്നെ നിർത്തിയിടാൻ പോണെന്നൊക്കെ പറഞ്ഞാണ്. നാട്ടുകാർ അതെ ഇടപെട്ടിട്ടാണ്. നിർത്തിയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. സ്കൂൾ പിള്ളേർക്ക് കോളേജിലേക്ക് പോകുന്ന പിള്ളേർക്കൊക്കെ പ്രശ്നം. പ്രശ്നമാണ്. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. നല്ലൊരു റോഡിനെ പൊളിച്ചിട്ട്. അതെ അതെ ഇതിനേക്കാളും എത്രയോ മോശമായ റോഡ് ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊക്കെ വിട്ടിട്ട് ഈ വൃത്തിയായി കിടക്കുന്ന റോഡിനെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല റോഡിനെ പൊളിച്ചിട്ട് മൊത്തം. അതേപോലെ ഒരു പല കേസുകൾ ഉണ്ട്. ആശുപത്രി ചെക്കപ്പിന് പോണ ആൾക്കാർ അങ്ങനെ ഒരുപാട് പറയുന്നത് ഒരു കൊല്ലംകോട് ഒരു എമർജൻസിക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വാട്ടത്തെങ്ങടക്ക് എത്തുമ്പോ തന്നെ ആകും. ഉദാഹരണം ഒരു ഗർഭിണിയാണെങ്കിൽ വാട്ടത്തേക്ക് എത്തുമ്പോ തന്നെ പ്രസവിച്ചു ആ ഒരു അവസ്ഥയിലായി റോഡ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതെ അതെ അങ്ങനെ ഒരു തുടങ്ങി കഴിഞ്ഞ് പൊളിച്ചിട്ട് ഒരു 2 കിലോമീറ്റർ കണക്കുകയാണെങ്കിൽ ബാക്കിങ് ചെയ്തു വരുന്ന നന്നായിരിക്കും. അതെ അതെ ഒന്നാമത് ഈ അധികാരികൾ ഈ മഴ സമയത്ത് പൊളിച്ചിടാറുള്ളൂ. എത്ര ബുദ്ധിമുട്ടിക്കണം അത്രയും ബുദ്ധിമുട്ടിക്കും. അത് ശരിയാ. ഇപ്പൊ അതാണ് ഇപ്പൊ എന്താ സ്വാഭാവികം എല്ലാവരുടെയും ഇപ്പൊ ഏകദേശം എല്ലാവരോടും പൊളിഞ്ഞു. അല്ല എന്നാലെങ്കിലും ഇവര് കുറച്ച് ഒന്നിനെ മഴ തുടങ്ങണതിന് മുമ്പ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ വഴിക്ക് വൺ സൈഡ് സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇതിപ്പോ മനഃപൂർവ്വം ചെയ്ത പോലെ ഒറ്റയടിക്ക് ഈ 4 കിലോമീറ്ററോളം പൊളിച്ചിട്ടിട്ട് ആർക്കും പോകാനും ഇപ്പൊ വണ്ടികൾ വിളിച്ചാൽ വരാതായില്ലേ. ഒരു ഓട്ടോറിക്ഷ അത്യാവശ്യം വിളിച്ചാൽ വരുന്നില്ല. അതപ്പോ എന്റെ വണ്ടി തന്നെ ഇപ്പോ ഇഷ്ടം പോലെ പണിയായി. ഇനിയിപ്പോ ഇത് വർഷാപ്പിൽ കയറ്റി 6,000 റുപ്യ വരുന്നില്ല. എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതെ അതെ 50 രൂപ കൊടുക്കണം. അവിടെ 100 രൂപ കൊടുത്താൽ അവർക്ക് വരാൻ മടിക്കുകയാണ്. അവന് വണ്ടിക്ക് പണികൾ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ. ബുദ്ധിമുട്ടൊന്നും ഈ ഏരിയയില് എങ്ങനെ പോയാലും ഇത്രയും ഒരു 10-2 ലക്ഷം ആൾക്കാരുണ്ടാവും. 10 പേരെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്നു. 100%. 10ഒന്നുമല്ല കൂടുതലേ ഉണ്ട് ഇവിടെ. ഒരു 10 അതെ 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 വൃദ്ധന്മാര് ഒരു 10-20 പേരുണ്ടായിരുന്നു. അവർക്ക് എമർജൻസി പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കേസ് അത്യാവശ്യം പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ എങ്ങനെ ഒരു ആംബുലൻസ് ചെയ്യുമോ? ആംബുലൻസ് പോകാൻ പറ്റില്ല. നമ്മുടെ നികുതി പൈസയാണിത്. ഇല്ലാണ്ട് അവരുടെ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നത് ഹെൽമെറ്റ് ഇട്ട് പോണത്. ഈ ചാടി ഇടിക്കുമ്പോ ഡും ഡും ഇടിക്കുന്നുണ്ട്. അതേമാതിരി ശരീരം വേദന, നല്ല വേദന. ഇവിടെ നിങ്ങൾ കൊണ്ട് ജസ്റ്റ് കൊണ്ട് നോക്കി ഈ താറനാറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെന്തറിയോ എത്ര ഉണ്ടോ. ഞങ്ങൾ അവിടെ വരുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ 2 വീലർ വീഴാൻ പോയി ലേഡീസ് പാലം കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി. അതെ അതെ വല്ലാത്തൊരു അവസ്ഥയിലായി കഴിഞ്ഞാൽ ഇപ്പോ. അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പൊളിച്ചിട്ട് കുറെ ദിവസമായി. അതായത് ഈ കഴിഞ്ഞ 4-5 മാസത്തോളം വേനൽക്കാലമായിരുന്നു. അപ്പോഴൊന്നും ആരും ഒന്നും ചെയ്തില്ല. പിന്നെ ഒരുവിധം തരക്കേടില്ലാത്ത റോഡായിരുന്നു ഇത്. അവിടെ കുറേശ്ശെ കുഴിയുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ മഴ 1-2 മഴ പെയ്ത് റോഡ് മൊത്തം നനഞ്ഞതോടുകൂടി JCB അങ്ങോട്ട് വന്നിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് ഒരാഴ്ച വെച്ചോളൂ. ഒരാഴ്ച കൊണ്ട് അതായത് കൊല്ലംകോട് വാട്ടർ ടാങ്കിന്റെ അവിടെ നിന്ന് കുറ്റിപ്പാടം പള്ളി വരെ 4 കിലോമീറ്റർ ആണ്. 4 കിലോമീറ്റർ കൂടുതലുണ്ട്. 4 കിലോമീറ്റർ ആണ് കൂട്ടാം. ഈ 4 കിലോമീറ്റർ റോഡ് മൊത്തം പൊളിച്ചു അങ്ങോട്ടിട്ട് അവർ റോഡ് കൊണ്ട് നിരത്തിയിട്ടാ പോയത്. പക്ഷെ നിരത്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് നിരത്തുമ്പോൾ എന്താവും അവിടെ കൊണ്ട് പഴയ കുണ്ടും കുഴി പോലെ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്ത് റോഡ് മൊത്തം വെള്ളമായി. ജനങ്ങൾക്ക് മൊത്തം ബുദ്ധിമുട്ടായി. ഇപ്പോ ഈ പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ ആശുപത്രി കേസുകളാണെങ്കിലും ഇപ്പോൾ അതുപോലെ സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, ചെക്കപ്പിന് പോകുന്ന ആൾക്കാർ, ഗർഭിണികൾക്ക് വണ്ടി വിളിച്ചാൽ വരാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവര് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ വണ്ടി ഇതിപ്പോ ഞാനിപ്പോ കുറച്ച് ദിവസം കൊണ്ട് ഈ വണ്ടിന്റെ ഒരു 4-5 റുപ്യ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇറക്കി. ഇനിയിപ്പോ ഈ റോഡ് പണി കഴിയുമ്പോഴേക്ക് എത്രത്തോളം ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല. ഇത് എന്നെ പോലെ ഇപ്പൊ ഞങ്ങളുടെ കൊല്ലംകോട്ടില് ഏകദേശം കൊല്ലംകോട് ചുറ്റില് ഒരു 1-3 കിലോമീറ്റർ ചുറ്റളവിൽ ചുരുങ്ങിയത് ഒരു 600 വണ്ടി മേലെയുണ്ട്, ഓട്ടോ മാത്രം. അപ്പൊ ഈ 600 വണ്ടിയിലെ പകുതി വണ്ടിക്കാർ ഈ വഴി തന്നെയാണ്. ആനമാറ റോട്ടിലേക്കാണ് ഓട്ടം കൂടുതൽ. ആനമാറ റോഡും അതുപോലെ മറ്റുള്ള റോഡുകൾ ഓടുണ്ട്. പക്ഷെ മറ്റുള്ള റോഡുകൾ ഓൾറെഡി എല്ലാവരുടെയും പൊളിഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ ഇത് പൊളിയാത്ത റോഡിനെയും പൊളിച്ചിട്ടു. ഇനിയിപ്പോ ഇതില് എത്ര വണ്ടിക്കാരാ വർഷാപ്പിൽ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ വണ്ടിക്കാർ ഇപ്പൊ വർഷാപ്പിൽ നിൽക്കുന്നുണ്ട്. പണിയെടുക്കാൻ പൈസ ഇല്ലാത്തത് വേറൊരു വശം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടമില്ല. അപ്പോൾ ഈ സമയങ്ങളിൽ ഓട്ടം വളരെ കമ്മി. നമ്മൾ 10-500 രൂപ ഓടുമ്പോഴേക്കും ഇപ്പോൾ ഫ്രണ്ട് പിന്നു പോയി അത് പോയി ഇത് പോയി പറഞ്ഞിട്ട് വർഷാപ്പിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വർഷാപ്പിൽ പോയാൽ അറിയാലോ
ഏത് വർഷത്തിൽ പോലും ഏത് പണിയായിട്ട് പോലും ചുരുങ്ങിയത് 1000 രൂപ വരെ ചിലവാകും. അപ്പൊ അങ്ങനെ എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഓട്ടോ മാത്രമല്ല, ചെറുകിട 2 വീലർ, കാറ്, അങ്ങനെയുള്ള ചെറിയ വണ്ടിക്കാർക്ക് ആർക്കും ഇപ്പൊ ഇതിലൂടെ നേരെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ വലിയ വണ്ടിക്ക് പറഞ്ഞപ്പോൾ ബസ്സും ടിപ്പറും പിന്നെ അത്ര വലിയ കുഴികളൊക്കെ ആണെങ്കിൽ അവർ കയറി പൊക്കോളും. പക്ഷെ അതുപോലെയല്ലല്ലോ ചെറിയ വണ്ടികൾ. അപ്പൊ ചെറിയ വണ്ടികൾക്ക് വേഗം പണികൾ വരുന്നുണ്ട്. അതുപോലെ ഓട്ടം വിളിച്ചാൽ ആരും പോകാറില്ല. അപ്പൊ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ 100 കൊടുക്കേണ്ട അവിടെ 150 കൊടുക്കുക പറഞ്ഞാൽ പണിയില്ല. സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഈ 150-200 രൂപ കൊടുത്തിട്ട് വണ്ടി വിളിച്ച് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആ ഒരു ബസ്സിൽ ജനങ്ങളും പരാതി പറയാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നമ്മുടെ ഈ കൊല്ലംകോട്ടിലുള്ള ഈ റോഡിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ സാധാരണപ്പെട്ട നമ്മുടെ എല്ലാ ജനങ്ങളുടെയും ഈ വണ്ടിക്കാരന്റെയും പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ഈ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വിചാരിക്കും. പക്ഷെ വിചാരിക്കുന്ന കുറച്ച് സ്പീഡാക്കി ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം നിങ്ങൾ നേരത്തെ ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് അത് വലിയ ഉപകാരമാകും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ പറയാലോ. ഇപ്പൊ ചെറുകിട വണ്ടിക്കാരന്റെ പ്രശ്നങ്ങൾ ആരും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരിക, ഈ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു തരിക. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഇപ്പോ വലിയ അധികാരികളെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രതികാരമോ ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ ഈ പരിസരത്തുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തുന്നേ ഉള്ളൂ. അല്ലാണ്ട് ആരുടെ അടുത്ത് ഒരു വിരോധവും ഈ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം.